എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ജോലി എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ അടുക്കളയുടെ ഭാഗത്ത് ഷീറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഷീറ്റ് കംപ്ലീറ്റ് മഴ പെയ്തിട്ട് ഓട്ടെ. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഷീറ്റ് നമ്മൾ അതിൻ്റെ മേലെ ഷീറ്റ് പൊളിക്കുന്നില്ല. അതിപ്പോൾ ഞാൻ എല്ലാ കൊല്ലം ചെയ്യണം തന്നെയാണ്. ഇതിപ്പോൾ അടിച്ച് വൃത്തിയാക്കണമെന്ന് വെച്ചാലും അതിൽ ഷീറ്റ് 2 3 ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം അത് ആദ്യത്തെ കൊല്ലം മാത്രമേ ഞാൻ വെൽഡിങ്ങിൻ്റെ ആളെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചുള്ളൂ. പിന്നെ ഞാൻ എല്ലാ കൊല്ലം ഞാൻ തന്നെയാണ് ഇത് ചെയ്യാറ്. എന്താ വെച്ചാൽ ഒരു വെൽഡിംഗ് പണിക്കാരനെ വിളിച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തായാലും അവരൊരു ദിവസം പിടിക്കുന്നത് ഷീറ്റിടാൻ. ഇനിയിപ്പോൾ അത് ഒരു ദിവസം പിടിച്ചില്ലെങ്കിലും അവർക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു 1500 ഉറുപ്പിക കൊടുക്കണം, ഇല്ലെങ്കിൽ 1250 കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ഡ്രില്ലർ, ലെഫ്റ്റും റൈറ്റും തിരിയണ ഒരു ഡ്രില്ലർ ഉണ്ട് വെച്ചാൽ, പിന്നെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ വയറും ഉണ്ട് വെച്ചാൽ നമുക്ക് ഈ പണിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരുവിധം ആൾക്കാരൊന്നും ഇത് ചെയ്യില്ല. എന്താ വെച്ചാൽ പണിയെടുക്കാൻ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ബൈക്കില്ല. ഇപ്പം ഭയങ്കര മടിയന്മാരാണ് നമ്മുടെ ആൾക്കാരൊക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ പണിയാണ്. ഞാൻ ഒറ്റപ്പാലത്ത് പോയിട്ട് ഷീറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. ഒരു 6 ഷീറ്റ്, 6 ഷീറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ തന്നെയാണ് ഈ ഷീറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ഇടാറ്. എനിക്കിതൊന്നൊരു വലിയൊരു ജോലിയല്ല. അപ്പോൾ ഞാനിത് ഷീറ്റൊക്കെ കൊണ്ടുവന്നു, ആ സംഭവങ്ങളൊക്കെ ഓരോ ഭാഗത്ത് വെച്ചു. പക്ഷേ ഇതിൻ്റെ അടിയിൽ എന്താ വെച്ചാൽ ഫുള്ള് ഈ അടുപ്പിൻ്റെ മേലെ ഇരിക്കണ ഷീറ്റുകൾ കംപ്ലീറ്റ് ആണ് ഓട്ട ഇറക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ചൂട് എപ്പോഴും അടിക്കാറുണ്ടേ. അപ്പോൾ അത് കാരണമാണ് ഈ ഷീറ്റ് ഇപ്പോൾ ഇടണം. വേണമെച്ചാൽ നമുക്ക് ഈ ഷീറ്റ് മാറ്റാം. ഈ ഷീറ്റ് മാറ്റിയിട്ട് ഇത് ഫ്രഷായിട്ട് ഇടാം. പക്ഷേ എന്തിനാ വെറുതെ. അപ്പോൾ ഇത് കനത്തിൽ അങ്ങനെ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സംഭവങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ലെഫ്റ്റും റൈറ്റും തിരിയണ ഒരു ഡ്രില്ലർ ആദ്യം വാങ്ങുക. ഇങ്ങനത്തെ പണികളുണ്ട് വെച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ ഉമ്മർത്ത് ഷീറ്റ് ഉണ്ടാവാം, നമ്മൾ അടുക്കളയിലേക്ക് എടുക്കുന്ന ഭാഗത്ത് ഷീറ്റ് ഉണ്ടാവാം. അവിടെയൊക്കെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റൻഷനും ഒരു ലെഫ്റ്റും റൈറ്റും തിരിയണ ഡ്രില്ലർ ഉണ്ട് വെച്ചാൽ നമുക്കൊന്നും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് സ്ക്രൂ വാങ്ങുക, അതായത് 100 സെൽഫ് സ്ക്രൂ വാങ്ങുകയാണെന്ന് വെച്ചാൽ എത്ര, ഒന്നിന് 1 റുപ്യ 30 പൈസ, 2 റുപ്യ 30 പൈസയൊക്കെയാണ്. ഓരോ ഭാഗത്ത് ഓരോരോ തരത്തിലാണ്. ഞാൻ ഈ സെൽഫ് സ്ക്രൂ വാങ്ങിയിട്ട് കുറേ കാലമായിട്ട് 2-3 കൊല്ലം മുമ്പ് വാങ്ങി വെച്ചാട്ടോ. അന്ന് ഞാനൊരു ഡപ്പ സെൽഫ് സ്ക്രൂ വാങ്ങി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഈ പണികൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ പണികളൊക്കെ എനിക്ക് അത്യാവശ്യം എല്ലാ പണികളും എനിക്കറിയാം. അപ്പോൾ ഇതിപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോളും കൂടിയിട്ടാണ് ഈ ഷീറ്റ് ഫുള്ള് വിരിക്കുന്നത്. അവളാണ് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ 6 ഷീറ്റ് ഇടാൻ ഏറിയ ഒരു 1.5 മണിക്കൂർ. എന്താ വെച്ചാൽ നമ്മൾ അടിച്ച് വൃത്തിയാക്കി ഷീറ്റിൻ്റെ മേലൊക്കെ അടിച്ച് വൃത്തിയാക്കി പൊടികളൊക്കെ ഫുള്ള് കളഞ്ഞ് എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ പണിക്കാർ ചെയ്യുമ്പോൾ അത്ര കണ്ട് വൃത്തിയാക്കില്ല, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സാധനം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വൃത്തിയാക്കുക. അപ്പോൾ എനിക്ക് ഈ ഷീറ്റിൻ്റെ കാശ് മാത്രമാണ് വർഷം എനിക്ക് വരാറുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി ഉള്ളു തട്ടി ആ മേൽ തട്ടി എല്ലാ ഭാഗവും തട്ടി പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ. ഇതാണ്ട് ഈ ഇരിക്കുന്നതാണ് സെൽഫ് സ്ക്രൂ കേട്ടോ. അതിന് ഒരു സ്ക്രൂവിന് 1.30 ഉള്ളൂ. പിന്നെ 2 ഉറുപ്പികയുണ്ട്. അത് 3/4 ഇഞ്ചിൻ്റെയാണ് ഞാൻ സെൽഫ് സ്ക്രൂ വാങ്ങിയിരിക്കുന്നത്. ഇത് 1 ഇഞ്ചിൻ്റെ വേണിച്ചാൽ വാങ്ങാം. അത് പട്ടിക അത്രയും കനമുള്ള പട്ടികയൊക്കെയാണ് വെച്ചാൽ 1 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊക്കെ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഷീറ്റ് ഇടുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ കുഞ്ഞ പണിക്കൊന്നും കൂലിക്ക് ആൾക്കാരെ വിളിക്കാതെ നമുക്കൊരു നേരത്തെ പണിയില്ല. അതായത് കൂലിക്ക് ആൾ വിളിക്കുകയാണെന്ന് വെച്ചാൽ രാവിലെ വിളിച്ചാൽ വൈകുന്നേരം ആക്കും അവർ. പക്ഷെ നമ്മൾ പണിയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്താ വെച്ചാൽ എല്ലാ പണിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ അതിനുള്ള മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഇട്ടു. ആകെ ഒരു 2 മണിക്കൂർ അടിച്ച് വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം പാടെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഷീറ്റ് ഇട്ടിട്ട് ഞാൻ വൃത്തിയാക്കി. നമുക്കിപ്പോൾ ഈ ഡ്രില്ലറും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായതല്ല, ഞാനത് വാങ്ങിയതാണ്. ഞാൻ ഈ ലെഫ്റ്റും റൈറ്റും ഉള്ള ഡ്രില്ലർ വാങ്ങാൻ അന്നത്തെ കാലത്ത് ഞാൻ 1800 രൂപയ്ക്കാണ് ഒരു ഡ്രില്ലർ ലെഫ്റ്റും റൈറ്റും ഉള്ളത് വാങ്ങിയത്. പിന്നെ എക്സ്റ്റൻഷൻ വയർ നല്ല വയർ തന്നെയാണ് വാങ്ങിയത്. അതും വാങ്ങിയിട്ട് ഒരു 5-8 കൊല്ലമായി. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ 2 മണിക്കൂറും കൊണ്ടാണ് നമ്മുടെ ഈ പണികളെല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ ഈ ഡ്രില്ലർ ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങുമ്പോൾ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അത് നമ്മുടെ സ്വന്തമാണ്. എപ്പോൾ വേണമെച്ചാലും എന്തിന് വേണമെച്ചാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബോൾട്ട് ടൈറ്റ് ചെയ്യാനോ സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും ഈ ഡ്രില്ലറും കൊണ്ട്. അതിൻ്റെ ബിറ്റോളും ഉണ്ടാവും അതിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി കഴിയാറായി. അപ്പോൾ പൊരി വെയിൽ തന്നെയാണ് കേട്ടോ, നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇവിടെ. എന്നാലും ഇത് ചെയ്ത് ക്ലിയറാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു.
അപ്പോൾ നമുക്കിനി നമ്മുടെ ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാര്യങ്ങളും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മളതിനെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഇത് പണി കണ്ടില്ലേ, നല്ല വൃത്തിയിലല്ലേ നമ്മൾ എല്ലാ പണിയും ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അടുത്തും ചോദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അടുത്തും ചോദിക്കാം. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.